السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പഠിക്കുന്ന സയ്യിദുൽ ബശർ എന്ന കിതാബിൻ്റെ മഹത്തായ ക്ലാസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മളിൽ നിന്നും ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇത് കാരണമായി പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കോടമ്പുഴ ഖലമുൽ ഇസ്ലാം ഉസ്താദ് അവർകൾ രചിച്ചിട്ടുള്ള സയ്യിദുൽ ബശർ എന്ന കിതാബിൻ്റെ ആമുഖത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് 2 ദിവസത്തിനകം നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അക്മലുസ് സിയർ, സമ്പൂർണ്ണ ചരിത്രം. ഫജമീഉ അഹ്വാലിഹി ഫീ ലൈലിഹി വനഹാരിഹി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാവിലും പകലിലുമുള്ള അവസ്ഥകൾ, വസിരിഹി വജിഹാരിഹി, അവിടുത്തെ രഹസ്യത്തിലും പരസ്യത്തിലുമുള്ള അവസ്ഥാന്തരങ്ങൾ, വഫീ ബൈത്തിഹി വഖാരിജി ബൈത്തിഹി, അവിടുന്ന് ഭവനത്തിലും ഭവനത്തിനു പുറത്തുമുള്ള അവിടുത്തെ ഇടപെടലുകൾ, വഫീ ബലദിഹി വഖാരിജി ബൈത്തിഹി, സ്വദേശത്തും വിദേശത്തുമൊക്കെയുള്ള അവിടുത്തെ ഇടപാടുകൾ, വഫീ സിൽമിഹി വഹർബിഹി, ശാന്തിയിലും സമാധാനത്തിലുമുള്ള അവിടുത്തെ വീക്ഷണങ്ങൾ, വഫീ ഉസ്രിഹി വയുസ്രിഹി, സന്താപത്തിലും സന്തോഷത്തിലുമുള്ള ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ അവസ്ഥകൾ, വഫീ സിഹ്ഹതിഹി വമർളിഹി, രോഗമുണ്ടാകുന്ന സമയത്തും ആരോഗ്യകരമായിരിക്കുന്ന സമയത്തുമുള്ള നബി തങ്ങളുടെ ജീവിതം, വഫീ ഗളബിഹി വറിളാഹു, അവിടുത്തെ കോപത്തിലും അവിടുത്തെ തൃപ്തിയിലുമുള്ള അവിടുത്തെ പെരുമാറ്റങ്ങൾ, വഫീ സിയാസത്തിഹി വഖിയാദത്തിഹി, ഭരണനിർവഹണത്തിലും അതുപോലെ രാഷ്ട്രീയ മേഖലകളിലുമൊക്കെ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ദർശനങ്ങൾ, വീക്ഷണങ്ങൾ, വകദാ മുവാഫിഖുഹു മിൻ അദുവിഹി വസദീഖിഹി, അവിടുത്തെ കൂട്ടുകാരോടും അവിടുത്തെ യോജിച്ചിട്ടുള്ള ആളുകളോടും അവിടുത്തെ സ്വദീഖീങ്ങളോടും അവിടുത്തെ ശത്രുക്കളോടും ഉള്ള അവിടുത്തെ നിലപാട്, അതുപോലെ വമിൻ മുഖാലിഫിഹി വ മുവാഫിഖിഹി, അവിടുത്തോട് യോജിച്ചവരോടും അവിടുത്തെ അംഗീകരിക്കുന്നവരോടും അവിടുത്തോട് എതിര് കാണിക്കുന്നവരോടുമുള്ള അവിടുത്തെ നിലപാട്, കുല്ലു ദാലിക, ഇതൊക്കെയും ഖദ് ഷാഹദഹു അസ്ഹാബഹുൽ മുആസിരീൻ, അവിടുത്തെ സമകാലീനരായ അവിടുത്തെ അനുചരന്മാർ അതിനൊക്കെ സാക്ഷികളാണ്. മാത്രമല്ല വനഖലഹു അത്ബാഉൽ മുശാഹിദൂൻ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുമുള്ള എല്ലാ ചലന നിശ്ചലനങ്ങളും ഇടപാടുകളും വീക്ഷണങ്ങളും നിലപാടുകളും പെരുമാറ്റങ്ങളും
പ്രവർത്തനങ്ങളും ഒക്കെ അവർ റിപ്പോർട്ട് ചെയ്തു. വനഖലഹു അത്ബാഉൽ മുഷാഹിദൂൻ, അവിടുത്തെ ആ കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയായ ആ സ്വഹാബാക്കൾ വിധങ്ങളുടെ ജീവിതം അത് റിപ്പോർട്ട് ചെയ്തു. ഹത്ത എത്രത്തോളം വസഫു, അവർ വിവരിക്കുക തന്നെ ചെയ്തു. മഷിയഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തം ഏത് നിലക്കാണ്, ഏത് രീതിയിലാണ് റസൂലുള്ളാഹി തങ്ങൾ നടന്നിരുന്നത്. വറുക്കൂബഹു, ഏത് രീതിയിലാണ് അവിടുന്ന് വാഹനം കയറിയിരുന്നത്. വാഹനത്തിൽ കയറുമ്പോൾ ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ വാഹനത്തിൽ കയറിയത്. വഅക്ലുഹു, എങ്ങനെയാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. വശുർബുഹു, എങ്ങനെയാണ് അവിടുന്ന് പാനം ചെയ്തിരുന്നത്. വനൗമഹു, ഏത് രൂപത്തിലാണ് അവിടുന്ന് ഉറങ്ങിയിരുന്നത്. വയഖുലത്തുഹു, എങ്ങനെയാണ് അവിടുന്ന് ഉറക്കിൽ നിന്നും ഉണർന്നിരുന്നത്. വലുബുസു സിയാബഹു, ഏത് രീതിയിലാണ് റസൂലുള്ളാഹി തങ്ങൾ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്നത്. വഖൽഉഹു ലിബാസഹു, എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ വസ്ത്രങ്ങളൊക്കെ ശരീരത്തിൽ നിന്നും അഴിച്ചു മാറ്റിയിരുന്നത്. വഗസ്ലുഹു, ഏത് രൂപത്തിലാണ് റസൂലുള്ളാഹി തങ്ങൾ കുളിച്ചിരുന്നത്. വളുഉഹു, എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ വുളൂ ചെയ്തിരുന്നത്. വദിക്റുഹു, അവിടുത്തെ സംസാരം എങ്ങനെയായിരുന്നു. വഫിക്റുഹു, അവിടുത്തെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു. വളഹിഖുഹു, അവിടുത്തെ ചിരി എങ്ങനെയായിരുന്നു. വതബസ്സുമുഹു, അവിടുത്തെ പുഞ്ചിരി മന്ദസ്മിതം അത് എങ്ങനെയായിരുന്നു. വതനഉലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് എങ്ങനെയായിരുന്നു ധരിക്കാറുണ്ടായിരുന്നത്. വതഖത്തുമുഹു, എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ മോതിരം ധരിച്ചിരുന്നത്. വതനല്ലഫു, എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ ശുദ്ധീകരണം നടത്തിയിരുന്നത്. വതറജ്ജുലുഹു, എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ മുടി, അവിടുത്തെ കേശങ്ങളൊക്കെ വാരി ഒതുക്കിയിരുന്നത് എന്നതൊക്കെ ബഹുമാനപ്പെട്ട അവിടുത്തെ സമകാലീനരായ സ്വഹാബത്തുകൾ അത് കാണുകയും അതിന് സാക്ഷികളാവുകയും അത് ഒപ്പിയെടുക്കുകയും അവർക്ക് ശേഷമുള്ള ആളുകളിലേക്ക് അവരത് എത്തിക്കുകയും ചെയ്തു. ഏതുപോലെ കമാ ലബതു ഖുതുബഹു വ കുതുബഹു, റസൂലുള്ളാഹി തങ്ങളുടെ വാമൊഴിയും വരമൊഴിയും ഒക്കെ അവർ രേഖപ്പെടുത്തി. വ കുത്താബഹു വറുസലഹു, അവിടുത്തെ കത്തുകളും അവിടുത്തെ ദൂതന്മാരെ കുറിച്ചും അവർ രേഖപ്പെടുത്തി. വഖദമഹു വ മവാലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകന്മാർ, അതുപോലെ അടിമത്ത മോചിതർ, അവരെക്കുറിച്ചും അവർ രേഖപ്പെടുത്തി. വസായാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങളെക്കുറിച്ചും. വസറായാഹു, നബി തങ്ങൾ പങ്കെടുക്കാത്ത സമരങ്ങളെക്കുറിച്ചും. മറാക്കിബഹു, അവിടുത്തെ യാത്രകളെക്കുറിച്ചും. വ മനാസിലഹു, അവിടുന്ന് യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു രൂപങ്ങളെക്കുറിച്ചുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരർ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്ലിഹതഹു വഅംതിയതഹു, വാസ്ലിഹതഹു, റസൂലുള്ളാഹി തങ്ങൾ യുദ്ധത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ. വഅംതിയതഹു, അവിടുന്ന് യാത്ര പോകുമ്പോൾ കൂടെ കൊണ്ടുപോയിരുന്ന യാത്രാ സാമഗ്രികൾ എത്രത്തോളം. ഖാതമഹു, അവിടുത്തെ മോതിരത്തെക്കുറിച്ചും. വനഅലഹു, അവിടുത്തെ പാദ സുരക്ഷയെക്കുറിച്ചും ചെരുപ്പുകളെക്കുറിച്ചും. സിവാക്കഹു, അവിടുത്തെ ബ്രഷിനെ കുറിച്ചും. മിസ്തഹു, അവിടുത്തെ ചീർപ്പിനെ കുറിച്ചും. മുഖഹലതഹു, അവിടുത്തെ സുറുമക്കുപ്പിയെക്കുറിച്ചും. മിറാഅതഹു, അവിടുത്തെ പുന്നാര വദനം നോക്കിയിരുന്ന ആ കണ്ണാടികളെ കുറിച്ചുമൊക്കെ ബഹുമാനപ്പെട്ട സ്വഹാബത്തുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഹത്താ അഹ്സൗ ശഅറാതി അസ്വാബഹ ശൈബു ഫീ റഅസിഹി വവജ്ഹിഹി, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട താടിയിലും അവിടുത്തെ ശിരസിലുമൊക്കെ വന്ന നരയെപ്പോലും ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ അതൊക്കെ ക്ലിപ്തപ്പെടുത്തി അത് പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയിൽ എത്ര മുടി നരച്ചിട്ടുണ്ട്, അവിടുത്തെ ശിരസിൽ എത്ര മുടി നരച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ ക്ലിപ്തപ്പെടുത്തി അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹത്താ ലം യസ്തതിർ ശഅ്നുൻ മിൻ ശുഊനിഹി
വലം യൻകതിമു അംറൻ മിൻ ഉമൂരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളിൽ നിന്ന് ഒന്നും തന്നെ അവർ മറച്ചു വെച്ചിരുന്നില്ല, ഒന്നും അവിടുന്ന് മറച്ചു വെച്ചിരുന്നില്ല. അലം യൻകതിമു അംറൻ മിൻ ഉമൂരിഹി, അവിടുത്തെ കാര്യങ്ങളിൽ നിന്ന് ഒന്നും തന്നെ അവിടുന്ന് ഗോപ്യമാക്കി വെച്ചിരുന്നില്ല. ഫഖദ് കാന അഹ്ലുഹു ഫീ ഇദ്നിൻ മിൻഹു ഫീ നഖ്ലി കുല്ലി മാ യറൂന ഫീ ഖൽവതിഹി വഫീ ഖലവാതിഹി വഹുജറാതിഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധകളായ പത്നികൾ, ഭാര്യമാർ, അവരൊക്കെ തന്നെ അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശയനമുറിയിലുള്ള കാര്യങ്ങളും അവിടുത്തെ ഏകാന്തതയിലുള്ള കാര്യങ്ങളും അവർ കണ്ട കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അനുവാദം നൽകിയിരുന്നു. അന്തപുരത്തിലുള്ള കാര്യങ്ങളും അതുപോലെ ഏകാന്തനായി നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ അവിടുന്ന് അവർ കണ്ട എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് അനുവാദം നൽകിയിരുന്നു. വകാന സ്വഹാബുൽ മഅ്മൂരീന ബിനഖ്ലി കുല്ലി മാ യജിദൂന മിൻഹു ബിലാ ഹജരിൻ വലാ സിത്ർ. അവിടുത്തെ അനുചരന്മാർ അവർ നബി തങ്ങളുടെ ജീവിതത്തിൽ കണ്ട, അവർ സാക്ഷികളായ എല്ലാ കാര്യങ്ങളും യാതൊരു മറയും കൂടാതെ പിൽക്കാലത്തുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിരുന്നു. ഫഇദാ ദഖല ബൈതഹു സജല അഹ്ലുഹു വഇയാലുഹു കുല്ല ഹറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭവനത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടുത്തെ ഭാര്യമാരും അവിടുത്തെ ആ വീട്ടിലുള്ള ആളുകളും ഒക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ചലനങ്ങളും അവർ നിരീക്ഷിക്കാറുണ്ടായിരുന്നു. ഇദാ ഖറജ ഇലന്നാസി കാന സ്വഹാബുഹു യഊന ജമീഅ അഹ്വാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിലേക്ക് പുറപ്പെട്ടാൽ, ജനങ്ങളിലേക്ക് വന്നാൽ ആ സ്വഹാബത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ എല്ലാ അവസ്ഥകളും എല്ലാ ഇടപാടുകളും ഒക്കെ അവർ വളരെയധികം സൂക്ഷ്മതയോടുകൂടെ സൂക്ഷിക്കാറുണ്ടായിരുന്നു. ഫഹൽ അറഫ്ത ദുനിയ റജുലൻ കഹാദ റജുലി. ഇതുപോലൊരു മനുഷ്യനെ ഈ ദുനിയാവ് കണ്ടിട്ടുണ്ടോ? ഇതുപോലൊരു മറ്റൊരാളെ ഈ ദുനിയാവ് ഇതുവരെ കണ്ടിട്ടുണ്ടോ? കാന അബ്അദന്നാസി അനിസ്സൂഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തരായിരുന്നു. അവിടുന്ന് പാപ സുരക്ഷിതരായിരുന്നു. ഹത്താ വസിക ബിനഫ്സിഹി ഗായത സിഖ. അവിടുത്തെ തന്നെ വളരെ അധികം വിശ്വാസമുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം നഫ്സിനെ വളരെ അധികം വിശ്വാസത ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഫയഅ്ദനു ലികുല്ലിൽ കുല്ലി അൻ യഉ അൻഹു കുല്ലു മാ വജദൂ ഫീഹി യൻഖുലൂനഹു ഇലാ ജമീഇൻ നാസി ഫീ ജമീഇൽ അംസ്വാരി ഫീ ജമീഇൽ അസ്വാരി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും, അവിടുത്തെ ജീവിതത്തിൽ സ്വഹാബാക്കൾ ദർശിച്ച എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അനുവാദം നൽകിയിരുന്നു. എല്ലാ കാലഘട്ടത്തിലും എല്ലാ നഗരങ്ങളിലും എല്ലാ പ്രദേശത്തിലുമുള്ള ആളുകളിലേക്ക് അവിടുത്തെ ജീവിതത്തെ എത്തിച്ചു കൊടുക്കാൻ മഹാന്മാരായ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം നൽകിയിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങൾ ഈ ഒരു ഉദ്യമത്തിന് മുതിർന്നത്. വബിൽ ജുംല, എല്ലാത്തിൻ്റെ രത്നച്ചുരുക്കം, ഖദ് ഹഫിള സ്വഹാബഹു ജമീഅ ശുഊനിഹി ബിഗായത്തിൽ ഇനായ. അവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെയധികം പരിഗണനയോടെ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ മനസ്സിലാക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. സുമ്മ നഖലൂഹാ ലിമൻ ഖൽഫഹും
ബിനിഹായത്തിൽ അമാന, പിന്നീട് അവർ വളരെ വിശ്വാസ്യതയോടുകൂടെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ആരംഭക്കനിയായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അവർക്ക് ശേഷം വരുന്ന ആളുകളിലേക്ക് വളരെ വിശ്വാസ്യതയോടുകൂടെ അവർ റിപ്പോർട്ട് ചെയ്തു കൊടുത്തു. വഖൽഫഹും, അവർക്ക് ശേഷമുള്ള ആളുകൾ അവർ ഖദ് വഖഫു ഹയാതഹും ഫീ തഅല്ലുമിഹാ വ തഅലീമിഹാ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത് പഠിക്കുന്നതിലും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലും അതുപോലെ അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് രചനകൾ ഉണ്ടാക്കുന്നതിലും കവിതകൾ എഴുതുന്നതിലും അതൊക്കെ ക്രോഡീകരിക്കുന്നതിലുമായിക്കൊണ്ട് അവർ അവരുടെ ജീവിതത്തെ ഹോമിച്ചു. വഉലമാഉ ഹാദിഹിൽ ഉമ്മത്തിൽ മർഹൂമ ലം യക്തഫു ബിഹിഫ്ളി സീറത്തി നബിയിഹിം വസുന്നതി റസൂലിഹിം. എന്നാൽ ഈ വലിയ കാരുണ്യം സിദ്ധിക്കപ്പെട്ടതായ ഈ ഉമ്മത്തിലെ ഉലമാക്കൾ അവർ അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രവാചക ചരിതം മാത്രം പഠിക്കുന്നതിൽ മാത്രമായിക്കൊണ്ട് അവർ നിലകൃതിയായില്ല, മറിച്ച് അവർ ബൽ ഹഫിളു സീറത നഖലതിഹാ വറുവാതിഹാ മിന സ്വഹാബതി വത്താബിഈന വതാബിഇ താബിഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അവർക്ക് റിപ്പോർട്ട് ചെയ്തു കൊടുത്ത ആ റിപ്പോർട്ടർമാരായ സ്വഹാബാക്കളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും തബഉ താബിഈങ്ങളിൽ നിന്നും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം റിപ്പോർട്ട് ചെയ്ത സ്വഹാബത്തിനെ കുറിച്ചും താബികളെ കുറിച്ചിട്ടും അതുപോലെ തബഉ താബികളെ കുറിച്ചിട്ടും ഒക്കെ ഈ ഉമ്മത്തിലെ ഉലമാക്കൾ പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ പഠിപ്പിക്കുകയും എന്നതിലുപരി ആ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും അവരിലേക്ക് എത്തിച്ചു കൊടുത്ത ആ റിപ്പോർട്ടർമാരായ സ്വഹാബത്തിനെ കുറിച്ചും താബിയങ്ങളെ കുറിച്ചും തബഉ താബിയങ്ങളെ കുറിച്ചും ഒക്കെ ഈ ഉമ്മത്തിലെ ഉലമാക്കൾ പണ്ഡിത മഹത്തുക്കൾ പഠിച്ചു. ഫതറാജിമ ഹൗലായി കുല്ലുഹും മുദവ്വിനതുൻ ജാഹിസതുൻ ഹാദിറതുൻ ബൈന യദൽ ആലം. ഈ പറയപ്പെട്ട ആളുകളുടെ ഒക്കെ ചരിത്രങ്ങൾ, ജീവിതങ്ങൾ ഇന്ന് ലോകത്തിന് മുമ്പിൽ അത് പ്രാബല്യത്തിലുള്ളതാണ്. ഫബിഹ, അതുകൊണ്ടാണ് നഖദ ഉലമാഉൽ ഇസ്ലാമി കുല്ലി റിവായത്തിൻ, ആ ചരിത്രങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്, ആ രചനകൾ, ആ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഉലമാക്കളൊക്കെ എല്ലാ റിവായത്തുകളെയും അവർ ഫമയ്യസു ബൈനൽ ഗസ്സി വസ്സമീനി വൽളഈഫി വൽഖവി, ആ ഇൽമുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ ഉലമാക്കളൊക്കെ റിപ്പോർട്ടുകളെ വേർതിരിച്ചിരുന്നത്. ഫബിഹാ നഖദ ഉലമാഉൽ ഇസ്ലാമി കുല്ലി റിവായ ഫമയ്യസു ബൈനൽ ഗസ്സി വസ്സമീനി വൽളഈഫി വൽഖവി. ഈ അറിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നല്ലതിനെയും ചീത്തതിനെയും ഉറപ്പുള്ളതിനെയും ഉറപ്പില്ലാത്തതിനെയും ദഈഫിനെയും ഒക്കെ ഈ ഉലമാക്കൾ വേർതിരിച്ചു. എത്രത്തോളം ഹത്താ സ്വാറത്ത് സീറത്തു സയ്യിദുൽ ബശരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസഖ സിയരി കമാ കാനത് അക്മല സിയർ. എത്രത്തോളം മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, ആ ചരിത്രം, അത് ഔസഖു സിയർ, അത് ഏറ്റവും വിശ്വസ്തമായ ചരിത്രമായി മാറി. ഏതുപോലെ കമാ കാനത് അക്മല സിയർ, ഇത് സമ്പൂർണമായിട്ടുള്ളൊരു ചരിത്രമാവുന്നതോടൊപ്പം തന്നെ ലോകത്ത് ലഭ്യമാവുന്ന ഏറ്റവും നല്ല വിശ്വസ്തതയുള്ള ചരിത്രമായി ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മാറി. അല്ലാഹു തആല ആ ജീവിതം വളരെ നല്ല നിലക്ക് പഠിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിട്ടുള്ളത്.
അള്ളാഹു താല അതിന് നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഖലമുൽ ഇസ്ലാം ഉസ്താദ് അവർകൾ വളരെ വളരെ രത്ന ചുരുക്കത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നല്ല നിലയ്ക്ക് ഈ കിതാബിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അള്ളാഹു താല അത് പൂർണ്ണമായും വളരെ ആവേശത്തോടുകൂടെ, ഉത്സാഹത്തോടുകൂടെ, ഉന്മേഷത്തോടുകൂടെ അത് പൂർണ്ണമായി ഓതാനും ആ ജീവിതം മുന്നിൽ വെച്ച് ഇഹലോകത്തിനു വേണ്ടി അധ്വാനിക്കാനും ഇഹലോകത്തിനും പരലോകത്തിനും വേണ്ടി അധ്വാനിക്കാനും അള്ളാഹു താല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു മഹബത്ത് കാരണത്താൽ നമ്മളൊക്കെ ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.